BJPക്ക് ഏത് കാര്യത്തിലും ഒരു മുതലെടുപ്പുണ്ട്, രാഷ്ട്രീയമുണ്ട്. ആ കുടിലമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രവർത്തനം എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംഗതിയിൽ കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനുള്ള ഒരു അജണ്ട BJP പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അത്ഭുതപ്പെടാനില്ല. അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ വർഗീയമായൊരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇതെന്ന് വിചാരിക്കാൻ എന്തുകൊണ്ടും ന്യായമുണ്ട്. അക്കാര്യം മുൻപത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ലീഗ് ശ്രമിക്കുമോ? കാരണം അവിടുത്തെ 50ഓളം ആളുകളൊക്കെ BJP ചേരുകയൊക്കെ ചെയ്തിരുന്നു. അതല്ല, BJPയുടെ തന്ത്രങ്ങൾ, BJP എത്രത്തോളം കുടിലമായിട്ടാണ് ചിന്തിക്കുന്നതെന്നും ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ വേണ്ടി എന്തെല്ലാം ദ്രോഹങ്ങൾ അവർ ചെയ്യുന്നുണ്ടെന്നും പ്രബുദ്ധമായ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ കുറിച്ച് പ്രസ്താവന നടത്തിയിരുന്നു. പിന്നെ അത് തിരുത്തി ലീഗിനെതിരെ ആക്കുകയും ചെയ്തിരുന്നു. അത് ഇപ്പോഴും ഈ നവോത്ഥാനത്തിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. ആ സ്ഥാനത്തിരിക്കുന്ന യോഗ്യതയുണ്ടോ? ഒരു പ്രസക്തമായ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന, ആദ്യത്തെ പ്രസ്താവനയും പിന്നെയുള്ള പ്രസ്താവനയും ഞാനും സശ്രദ്ധം നോക്കി. ഈ വളരെ സാംസ്കാരിക കേരളത്തിന് വളരെയധികം അപകീർത്തി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതിലേറ്റവും അധികം ദുഃഖിക്കുക ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മാവ് തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹത്തെപ്പോലുള്ള ഒരാൾ നവോത്ഥാന സംരംഭത്തിൻ്റെ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ അധിപനായി, ചീഫായി കേരളത്തിൽ ഗവൺമെൻറ് നിയോഗിച്ചു. ഈ ഗവൺമെൻറ് ഇത്രയും ബുദ്ധിശൂന്യമായൊരു കാര്യമാണ് ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് തിരുത്താൻ ചെയ്യാൻ കഴിയുന്ന സംഗതി നവോത്ഥാന സംരംഭം പോലുള്ള പവിത്രമായ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് ഇതുപോലെ അയോഗ്യനായ ഒരാളെ വാഴ്ത്ത നിർത്താൻ പാടില്ല. ശക്തമായിട്ട് അവർ നീക്കം ചെയ്യണം. എന്നിട്ട് ആത്മാർത്ഥത കാണിക്കാൻ ഇടതുപക്ഷ മുന്നണി തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെൻറ് വന്നില്ല. ഒളിച്ചുകളിയുടെ ഭാഗമായിരിക്കും, സംശയമില്ല. അതെ, ഇന്നത് പത്രത്തിലുണ്ട് ഈ എന്താ പറയുക, വകുപ്പ് കാണുന്നില്ല എന്ന്. വകുപ്പ് കാണില്ലെന്ന് പറയുന്നത് മറ്റൊരു മറുപടി തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും പ്രകോപനപരമായി എല്ലാവരും കേട്ടാൽ ഏത് ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. വളരെ അപകടകരമായ സ്ഥിതിയാണ്. അത്തരത്തിലുള്ള കാര്യത്തിൽ കേസെടുത്തെങ്കിൽ മാത്രമേ ഇത്തരം കുറ്റങ്ങൾ പിന്നെ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. ഇത് വളരെ ശരിയായ സംഗതിയാണ്. താങ്ക് യു.